മലപ്പുറം പാണ്ടിക്കാട് നിന്നും തട്ടിക്കൊണ്ടുപോയ പ്രവാസി വ്യവസായി ഷമീറിനെ കൊല്ലത്ത് നിന്നും കണ്ടെത്തി. ഷമീറിനോട് മുൻ സ്റ്റാഫിനുണ്ടായ വൈരാഗ്യമാണ് തട്ടിക്കൊണ്ടുപോകലിൽ എത്തിച്ചത്. ഇയാളടക്കം 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരെ പാണ്ടിക്കാട് എത്തിക്കും. പ്രവാസി വ്യവസായി ഷമീറിനെ കൊല്ലം അഞ്ചൽ കുരുവിക്കോണത്ത് നിന്നാണ് പോലീസ് കണ്ടെത്തിയത്. മലപ്പുറത്ത് നിന്നുള്ള അന്വേഷണ സംഘവും കൊല്ലം റൂറൽ ഡാൻസ് അപ്പ് സംഘവും ചേർന്നാണ് ഷമീറിനെ കണ്ടെത്തിയതും തട്ടിക്കൊണ്ടുപോയ സംഘത്തെ പിടികൂടിയതും. 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരെ പാണ്ടിക്കാട് എത്തിക്കും. ഷമീറിനെ തട്ടിക്കൊണ്ടുപോയത് തമിഴ്നാട് ഭാഗത്തേക്കാണ്. പ്രതികൾ ചാവക്കാട് മേഖലയിൽ നിന്നുള്ളവരാണെന്നും പ്രതികളിൽ ഒരാൾ ഷമീറിന്റെ മുൻ സ്റ്റാഫാണെന്നും മലപ്പുറം SP വിശ്വനാഥ് പറഞ്ഞു. പ്രവാസിയായിട്ടുള്ള ഷമീറിൻ്റെ അബ്ഡക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ അന്നേ ദിവസം തന്നെ പോലീസ് ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തി. ഇതിൽ സംഭവിച്ചിരുന്നത് ഈ വിക്ടിമിനെ കാറുകളിൽ അന്ന് തട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ക്ലൂസ് ഒന്നും തന്നെ ഇനീഷ്യലി കേസിനകത്ത് ഉണ്ടായിരുന്നില്ല. ആരാണ് എന്താണെന്നുള്ളത് ഇൻഫർമേഷൻ ഇപ്പം വൈകിയാണ് നമുക്ക് കിട്ടുന്നത്. രാത്രി തന്നെ നമ്മളുടെ സ്പെഷ്യൽ ടീം വർക്ക് ചെയ്ത് തുടങ്ങി. കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് ഇന്ന് രാവിലെ ഏതാണ്ട് 11 സമയത്ത്, അതുകൊണ്ട് ആ സമയത്താണ് നമുക്ക് വിക്ടിമിനെയും കൂടാതെ പ്രതികളെ ഒരു തമിഴ്നാടിലേക്ക് കടക്കുന്ന ഭാഗത്തെ കൊല്ലം ജില്ലയിൽ, എക്സാക്ട്ലി കൊല്ലം റൂറൽ പോലീസ് ജില്ലയിൽ നിന്ന് കൊല്ലം റൂറൽ പോലീസിൻ്റെയും നമ്മുടെ മലപ്പുറം പോലീസിൻ്റെയും ജോയിൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷനിൽ ഇവരെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനും അങ്ങനെ വിക്ടിമിനെ സേഫായിട്ട് പ്രതികളെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന നടപടി നടന്നില്ല. ഇതിൽ ഏതാണ്ട് 36 മണിക്കൂറോളം എക്സ്ട്രീംലി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു ഈ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. പ്രതികൾ കൂടുതൽ പേർ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഭാഗത്തുള്ളവരാണ്. അവർ ചിലർക്ക് ക്രിമിനൽ ആൻറ്റിസിഡൻസ് ഉണ്ട്. ഒരാൾ സ്പെസിഫിക്കലി ഈ പ്രവാസിയായിട്ടുള്ള വ്യവസായിക മുൻ സ്റ്റാഫാണ്. ഗൾഫിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നത് മുൻ സ്റ്റാഫ് കൂടിയാണ്. ഇതിൽ മറ്റുള്ള ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്, വേറെ രീതിയിലുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതെല്ലാം അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷമീറിന് ആരോഗ്യ പ്രശ്നങ്ങളില്ല. പ്രതികൾ വാഹനങ്ങൾ മാറി മാറി ഉപയോഗിച്ചു. വാഹനം വാടകയ്ക്ക് കൊടുത്തവരെ ചോദ്യം ചെയ്തതാണ് അന്വേഷണത്തിൽ നിർണായകമായത്. പാണ്ടിക്കാട് സ്വദേശിയാണ് ഷമീർ. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ ഷമീറിനെ കാറിലെത്തിയ ഒരു സംഘം തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. പാണ്ടിക്കാട് നിന്ന് വീട്ടിലേക്ക് ബൈക്കിൽ മടങ്ങുകയായിരുന്ന ഷമീറിനെ GLP സ്കൂളിന് സമീപത്ത് വെച്ചാണ് ഒരു സംഘം ആളുകൾ ഇന്നോവ കാറിലേക്ക് വലിച്ചു കയറ്റിയത്. കുതറിമാറാൻ ഷമീർ ശ്രമിച്ചെങ്കിലും സംഘം ഷമീറിനെ ബലം പ്രയോഗിച്ചു കാറിൽ കയറ്റുകയായിരുന്നു. ദുബായിൽ ജോലി ചെയ്യുന്ന ഷമീർ ഈ മാസം 4-നാണ് നാട്ടിലെത്തിയത്. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.